കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷർമെന്റ് ആണ് അല്ലെ. ലെങ്ത് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് ഇപ്പൊ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈൻ ആണ്, അല്ലെങ്കിൽ നൂല് തന്നെയാണ്, കേർവ് ഷേപ്പ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ മെഷർ ചെയ്യാം. ഒരു ഫുട്ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ് ആക്കാൻ പോവാണ്. നമ്മൾ ലെങ്ത് അല്ല മെഷർ ചെയ്യാൻ പോകുന്ന ഏരിയ ആണ്. നമ്മൾ തിക്നെസ് ഒക്കെ മെഷർ ചെയ്യുന്ന പറഞ്ഞു. ഇനി നമ്മൾ ഒരു പടിയും കൂടെ ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ഏരിയ ഇസ് മെഷർഡ്. ഏരിയ എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലേ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, റെക്ടാങ്കിളിന്റെ ഫോർമുല, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതെല്ലാം ഒരു ഫിക്സഡ് ഷേപ്പ് ആണ് അല്ലെ. ഇതെല്ലാം തന്നെ ഒരു ഫിക്സഡ് ഷേപ്പ് ആണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു സ്ക്വയറിന്റെ കണ്ടുപിടിക്കണം, ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ് ആണ്. പക്ഷെ നമുക്ക് റെക്ടാങ്കിളിന്റെ കണ്ടുപിടിക്കണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. പക്ഷേ ഈ സ്ക്വയർ അല്ല, റെക്ടാങ്കിൾ അല്ല, ട്രയാങ്കിൾ അല്ല, ഇങ്ങനെ ഫിക്സഡ്ലി ഒരു ബൗണ്ടറി ഇല്ലാത്ത കേസസ് ആണ് എന്ന് പറഞ്ഞ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വേണം. അതിന് നമ്മൾ എന്തിന്റെ യൂസേജ് ആണ് ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട സാധനമാണ് എന്ത് സാധനം? ഗ്രാഫ് പേപ്പേഴ്സ്. നമ്മൾ ഗ്രാഫ് പേപ്പേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഗ്രാഫ് പേപ്പേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾ പല നിറത്തിലുള്ള ഗ്രാഫ് പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടാവും. ഗ്രാഫ് പേപ്പേഴ്സിൽ കുറെ അധികം സ്ക്വയേഴ്സ് ആണ് ഉണ്ടാവുക. നിങ്ങൾ ഈ കാണുന്ന ഓരോന്നും എന്താണ്? ഓരോ ചെറിയ സ്ക്വയേഴ്സ് ആണ്. സോ ഈ ഗ്രാഫ് പേപ്പറിന്റെ മുകളിലേക്ക് നമ്മൾ എന്തെടുത്ത് വെക്കും? നമ്മൾ ഈ പറഞ്ഞ ലീഫിനെ കൊണ്ടുവയ്ക്കും. ഓക്കെ, എന്നിട്ട് ആ ലീഫ് അത് വെച്ചിട്ട് ആ ഗ്രാഫ് പേപ്പറിന്റെ ഹെൽപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഏരിയ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫ് പേപ്പറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്, ഒരു ലീഫ് വെച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറെ അധികം സ്ക്വയേഴ്സ് കംപ്ലീറ്റ്ലി ഫിറ്റ് ചെയ്യുന്നത് കാണാം, കുറച്ച് പകുതി കവർ ചെയ്തേക്കുന്ന കാണാം, ചിലത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന കാണാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്ക്വയർ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ കവർ ചെയ്ത് പോയിട്ടുള്ളൂ അല്ലെ. അതേപോലെ ഈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും ജസ്റ്റ് ഒരു കോർണർ ഒന്ന് തൊട്ടു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ ലീഫിന്റെ മെജോറിറ്റി പോർഷൻ ആ സ്ക്വയറിന്റെ ഉള്ളിലല്ല. സോ ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ചെക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര കംപ്ലീറ്റ് സ്ക്വയേഴ്സ് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ചെക്ക്. എത്ര കംപ്ലീറ്റ് സ്ക്വയേഴ്സ് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് ചെയ്യേണ്ടത് പകുതിയിലധികം വരുന്ന എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയർ കംപ്ലീറ്റ്ലി പോകുന്നുണ്ട്, ഈ ഒരു സ്ക്വയറും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, ഈ സ്ക്വയറും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, പിന്നെ പറയുകയാണെങ്കിൽ ഈ സ്ക്വയറും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എത്ര സ്ക്വയർ കിട്ടി? കംപ്ലീറ്റ് ഫിൽഡ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 എണ്ണം. ഓക്കെ, സോ 4 എണ്ണം നമുക്ക് കിട്ടി. ഇനി ഈ ഒരു സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്താണ് വ്യത്യാസം. ഇതിനകത്ത് ഒരു ചെറിയൊരു ഇവിടെ ഒരു പോർഷനും കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആയാനെ. പക്ഷെ അത് എന്തുണ്ട്? പകുതിയിലധികം അത് വന്നിട്ടുണ്ട്, റൈറ്റ്? സോ ഇതൊരു പകുതിയിലധികം വന്നു. അപ്പൊ ഇതൊന്ന്, ഇതും പകുതിയിലധികം വന്നു 2, പിന്നെ വന്നേക്കണേ ഏതാ? ഇത് 3, ഇതും പകുതിയിലധികം വന്നു 3, ഇതും പകുതിയിലധികം വന്നു 4. ഓക്കെ, അപ്പൊ നമുക്ക് 4 കംപ്ലീറ്റ് സ്ക്വയേഴ്സും കിട്ടി, 4 പകുതിയിലധികം വരുന്ന സ്ക്വയേഴ്സും നമുക്ക് കിട്ടി അല്ലെ. സോ മൊത്തത്തിൽ നമുക്ക് എത്ര എണ്ണം കിട്ടിയേ? 8 എണ്ണം കിട്ടി. അതായത് 1 2 3 4 5 6 7 8 ഒരു മുഴുവനായിട്ടുള്ള സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പകുതിയിലധികമുള്ള 8 സ്ക്വയേഴ്സ് ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ എത്തായിരിക്കും? ഇത് 4, ഇത് 4, ടോട്ടൽ വരുമ്പോഴത്തേക്കും ദ ഏരിയ വിൽ ബി 8 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ഏരിയ കിട്ടും. സോ ഇത് ലീഫിന്റെ കേസിൽ മാത്രമല്ല ആപ്ലിക്കബിൾ, വേറെ ഏത് ജോമെട്രിക്കൽ ഷേപ്പ് ഫിക്സഡ് ആയിട്ട് റിജിഡ് സപ്പോർട്ട് ഇല്ലാത്ത, ഒരു ഫിക്സഡ് ബൗണ്ടറി ഇല്ലാത്ത, റിജിഡ് സപ്പോർട്ട് അല്ല, ഫിക്സഡ് ആയിട്ട് ഒരു ബൗണ്ടറി ഇല്ലാത്ത ഏത് ഷേപ്പ് കിട്ടിയാലും അത് ഗ്രാഫ് പേപ്പറിന്റെ മുകളിൽ വെക്കുക. എത്ര സ്ക്വയേഴ്സ് അത് കംപ്ലീറ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, പകുതിയിലധികം എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും നോക്കുക. ഇതേപോലത്തെ ചെറിയതൊക്കെ കുറച്ച് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുക. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുള്ളൂ, കൃത്യം വാല്യൂ നമുക്ക് കിട്ടില്ല. വി ക്യാൻ സേ ആൻ അപ്രോക്സിമേറ്റ് ഏരിയ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്തിന്റെ മെഷർ ചെയ്യുന്നത്? ലീഫിന്റെ ഏരിയ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഏരിയ എങ്ങനെയാ മെഷർ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോ നിങ്ങൾ യൂഷ്വലി പറയായിരിക്കും 1 ലിറ്ററിന്റെ വാട്ടർ അല്ലെങ്കിൽ 1 ലിറ്ററിന്റെ വെള്ളക്കുപ്പി നിങ്ങൾ വാങ്ങിക്കുമായിരിക്കും. ചില സമയത്ത് 1/2 ലിറ്റർ സോഡ നിങ്ങൾ വാങ്ങിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ
പലതരം എന്താ പറയാ സോഫ്റ്റ് ഡ്രിങ്ക്സ് വരുന്നത് ചിലപ്പോൾ 1/2 ലിറ്ററിന്റെ പാക്കേജിംഗ് ആയിരിക്കും, ചിലപ്പോൾ 1 ലിറ്റർ ആയിരിക്കും, ചിലപ്പോൾ 1.25 ലിറ്റർ ഉണ്ട്. എന്താണ് ഈ 1 ലിറ്റർ 1.25 ലിറ്റർ എന്നൊക്കെ പറയുന്ന എന്ത് സാധനം? അത് അതിന്റെ കപ്പാസിറ്റി ആണ് അല്ലെ. എത്രത്തോളം അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, അതിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്നതാണ് അത്. അത് നമ്മൾ മാത്തമാറ്റിക്കലി ഒരു ടേം വിളിക്കും, എന്തെന്നാ? വോള്യൂം എന്ന് വിളിക്കും. അതായത് എത്രത്തോളം അതിന് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വോള്യൂം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ സ്പേസ് ഓക്യുപൈഡ് ബൈ എ ബോഡി ഈസ് റെഫേർഡ് ടു ആസ് ഇറ്റ്സ് വോള്യൂം. സോ ഈ പറഞ്ഞ കേസിൽ ഞാനിപ്പോ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു വുഡൻ ബ്ലോക്കും നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു തെർമോകോളിന്റെ പീസും നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയും. എന്തെന്ന് പറയും? അതായത് ഇപ്പൊ സപ്പോസ് ഒരു വുഡൻ ബ്ലോക്ക് എടുത്തിട്ട് നമ്മളൊരു വെള്ളത്തിൽ ഇടാണ്, ഒരു ബക്കറ്റ് വെള്ളം എടുത്തു, അതിനകത്ത് നമ്മളൊരു വുഡൻ ബ്ലോക്ക് ഇടാണ്. വുഡൻ ബ്ലോക്ക് എന്ത് ചെയ്യും? താഴത്തേക്ക് പോകും. അതേസമയം തെർമോകോൾ ബോക്സ് എന്ത് ചെയ്യും? മുകളിൽ പൊങ്ങി കിടക്കും. രണ്ടും ഇപ്പൊ നമ്മൾ രണ്ടും സെയിം വോളിയം. ഈ പറഞ്ഞ വുഡൻ ബോക്സിന് 1 ലിറ്റർ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഈ പറഞ്ഞ തെർമോകോൾ ബോക്സിനും 1 ലിറ്റർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കൂ. രണ്ടിനും സെയിം വോളിയം ആണ്. സോ സെയിം വോളിയം ഉള്ള രണ്ട് പീസസ് നമ്മൾ എടുത്താലും ഈ പറഞ്ഞ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. വൈ? വോളിയം സെയിം ആയിട്ട് കൂടെ ഇത് എന്തുകൊണ്ട് ഇത് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരുന്നു എന്നുള്ളത്. സോ അത് പറയണേക്കാട്ടി മുന്നേ ലെറ്റ്സ് ഗോ ഇൻ ടു ദ മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് വോളിയം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. നിങ്ങൾ ആലോചിച്ച് വെച്ചോ അപ്പോഴത്തേക്കും എന്തുകൊണ്ടായിരിക്കും വോളിയം സെയിം ആയിട്ടും ഇതിങ്ങനെ വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ. ഓക്കെ, സോ വോളിയത്തിന്റെ കേസ് നമ്മളിപ്പോ പറഞ്ഞു. ഇനി വോളിയത്തിന്റെ ഫോർമുല എന്താ? ഏത് ഷേപ്പ് എടുത്താലും വോളിയത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന ക്യൂബിക് മീറ്റർ ആണ്. എന്താ ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ഹൈറ്റിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പൊ എന്തായി? മീറ്റർ ക്യൂബ്. അത് തന്നെയാണ് ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്താണ്? സോറി, ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. എന്താണ് ഈ ഡിറൈവ്ഡ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ലെങ്ത്തിന്റെ മീറ്റർ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ യൂണിറ്റാ. അത് നമുക്ക് വേറെ ഒന്നിനും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതൊരു ബേസിക് യൂണിറ്റ് ആണ്. ഓക്കെ, ഡിറൈവ്ഡ് യൂണിറ്റ് ഇപ്പൊ നമ്മൾ ലെങ്ത്തിന്റെ മീറ്റർ, ബ്രെഡ്ത്തിന്റെ മീറ്റർ, അതേമാതിരി ഹൈറ്റിന്റെ മീറ്റർ, ഈ പറഞ്ഞ 3 യൂണിറ്റ്സിൽ നിന്നുമാണ് വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ ഡിറൈവ് ചെയ്താണ് എടുത്തത്. അതായത് ഇത് നമുക്ക് ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനേ പറ്റില്ല. പകരം മീറ്റർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. സോ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന യൂണിറ്റിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയാം. സോ വോളിയം എന്ത് യൂണിറ്റ് ആണ്? വോളിയത്തിന്റെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ ക്യൂബ് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മളെ നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. എന്തുകൊണ്ടായിരിക്കും വോളിയം സെയിം ആയിട്ടും ഇതിന് രണ്ടിനും വ്യത്യാസം വന്നത്? ഒരെണ്ണം മുങ്ങി ഒരെണ്ണം പൊങ്ങിയും കിടക്കാനുള്ള റീസൺ എന്താന്നുള്ളത്. രണ്ട് കൈയും നമ്മൾ നേരെ വെച്ചിട്ട് ഒരെണ്ണത്തിൽ വുഡിന്റെ പീസും ഒരെണ്ണത്തിന് തെർമോകോളിന്റെ പീസും പിടിച്ചാൽ തന്നെ നമുക്കറിയാം ഒരെണ്ണത്തിന്റെ മാസ് കൂടുതലും മറ്റേതിന്റെ മാസ് കുറവുമാണ് അല്ലെ. സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയൂം ആണ്. സോ ഇവൻ ദോ വോളിയം കൂടുതലാണ് അല്ലെങ്കിൽ വോളിയം സെയിം ആണ് എന്നുണ്ടെങ്കിലും മാസിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡെൻസിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. ഈ ഓരോ ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി അനുസരിച്ചാണ് അത് മുങ്ങിയാണോ കിടക്കുന്നത്, താന്നാണോ കിടക്കുന്നത് എന്നുള്ള ഡിഫറൻസും. ഓക്കെ, ആ ഒരു ഡിഫറൻസ് വരുന്നത് ഇതിന്റെ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് റെഫേർഡ് ടു ആസ് ഇറ്റ്സ് ഡെൻസിറ്റി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഏതിനാ ഡെൻസിറ്റി കൂടുതൽ? വുഡിനല്ലേ ഡെൻസിറ്റി കൂടുതൽ. സോ വുഡിന് ഡെൻസിറ്റി കൂടിയ കാരണം വുഡിനാണ് മാസ് കൂടുതൽ. വുഡിന് മാസ് കൂടിയ കാരണം വുഡിന് എന്തും കൂടുതലായിരിക്കും? ഡെൻസിറ്റിയും കൂടുതലായിരിക്കും അല്ലെ. സോ വുഡിന് മാസും കൂടുതലാണ്, വുഡിന് മാസ് കൂടിയതുകൊണ്ട് അതിന്റെ ഡെൻസിറ്റിയും കൂടുതലാണ്. സോ ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഡെൻസിറ്റിനെക്കാട്ടിയും ആക്ച്വലി കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് താന്നു കിടക്കും. തെർമോകോളിൽ പൊങ്ങി കിടക്കണതിന്റെ റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. ഡെൻസിറ്റി വെൻ കമ്പയർ ടു ദ വാട്ടർ, ഡെൻസിറ്റി കുറവായതുകൊണ്ടിട്ട് അതെന്ത് ചെയ്യും? പൊങ്ങി കിടക്കും, അതായത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇനി ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? അതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നിന്നാണ് ഡെൻസിറ്റി യൂണിറ്റ് ഡിറൈവ് ചെയ്യുന്നത്. മാസിന്റെ യൂണിറ്റ് എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. സോ വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? നമ്മൾ കുറച്ചു മുമ്പ് ഡിറൈവ് ചെയ്ത മീറ്റർ ക്യൂബ് അല്ലെ. സോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം പെർ meter cube. Now, so we can conclude that even though having same volume, the density of wood is greater than that of thermocol. That is why wood sinks and the thermocol floats in water. Okay. Now, let's move to the next topic. ഇനി നമുക്ക് ഡെൻസിറ്റി പല സബ്സ്റ്റൻസിൽ വരുമ്പോൾ ഈ ഡെൻസിറ്റിക്ക് എന്ത് മാറ്റാണ് വരുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് സൊല്യൂഷൻ ഞാൻ എടുത്തു. ആ സൊല്യൂഷൻ ഞാൻ എ എന്ന് നെയിം ചെയ്തു. അടുത്ത സെറ്റ് ഓഫ് സൊല്യൂഷൻ ഞാൻ എടുത്തു. ആ സൊല്യൂഷൻ ഞാൻ ബി എന്നും നെയിം ചെയ്തു. ഓക്കെ, സോ ഈ പറഞ്ഞ രണ്ട് സൊല്യൂഷനിലും ഞാൻ ഡിപ്പ് ചെയ്യാൻ പോകുന്ന സെയിം എഗ് ആണ്. പക്ഷേ ഒരെണ്ണത്തിൽ അത് സിങ്ക് ചെയ്യും, ഒരെണ്ണത്തിൽ അത് ഫ്ലോട്ട് ചെയ്യും. സോ ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരെണ്ണത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഫ്രഷ് വാട്ടർ ആണ്, അടുത്തതിൽ ഞാൻ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ സോൾട്ട് വാട്ടർ ആണ്. ഓക്കെ,
സോ ഈ രണ്ട് സൊല്യൂഷൻസ് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. സോ ഏതിലായിരിക്കും സിങ്ക് ചെയ്തിട്ടുണ്ടാവുക, ഏതിലായിരിക്കും ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടാവുക, ഏതിലായിരിക്കും, അതായത് ഏതിലാണോ ഈ എഗ് സിങ്ക് ചെയ്ത് പോയിട്ടുള്ളത് അത് സോൾട്ട് വാട്ടർ ആയിരിക്കും, ഇപ്പുറത്തുള്ളത് ഫ്രഷ് വാട്ടർ ആയിരിക്കും. കാര്യം എന്താ, വെൻ കമ്പയർ ടു ബോത്ത്, അതായത് വാട്ടറും സലൈൻ വാട്ടറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും സലൈൻ വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ. ഓക്കെ, സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് സലൈൻ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ എഗിന്റെ ഡെൻസിറ്റി എന്താ, എഗിന്റെ ഡെൻസിറ്റി കുറവാ, സലൈൻ വാട്ടറാണ് ഡെൻസിറ്റി കൂടുതൽ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, എഗ് ഇവിടെ ഫ്ലോട്ട് ചെയ്തു. അതേസമയം ഫ്രഷ് വാട്ടർ വരുമ്പോൾ ഫ്രഷ് വാട്ടറിന് ഡെൻസിറ്റി എന്താണ്, ക്രമേണ കുറവാണ്. സോ എഗ് എന്ത് ചെയ്യും, അതിനകത്ത് സിങ്ക് ചെയ്യും, കാര്യം എഗിനാണ് ഡെൻസിറ്റി കൂടുതൽ. ഓക്കെ, ഇനി വേറെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ പെട്രോളോ ഡീസലോ കൊണ്ട് തീ പിടിച്ചു എന്ന് വിചാരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന് പ്രത്യേകം ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങനെയുള്ള തീ അണയ്ക്കുക. നമ്മൾ സാധാരണ വെള്ളം കൊണ്ട് ആ തീ നമുക്ക് അണയ്ക്കാൻ പറ്റില്ല, നമുക്ക് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ്. സോ ഈ പറഞ്ഞ പെട്രോളും ഡീസലും നമ്മൾ പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഡീസലും ഈ പറഞ്ഞ പെട്രോൾ ആയാലും ഇതിന്റെ മുകളിൽ ഫ്ലോട്ടേ ചെയ്യുള്ളൂ. സോ കുറച്ചും കൂടി നല്ല രീതിയിൽ തീ പടരാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുക, അല്ലാതെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യില്ല. സോ പെട്രോൾ ആയാലും ഡീസൽ കാരണം ഉണ്ടായ ഫയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ നമ്മൾ ഒന്നില്ലെങ്കിൽ ഫോംസ് യൂസ് ചെയ്യുക, ഡ്രൈ പൗഡർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സേഫ്റ്റിയും എല്ലാ വലിയ ബിൽഡിങ്സിലും ഉണ്ടാവുന്ന പോലെ, വെഹിക്കിൾസിൽ ഉണ്ടാവുന്ന പോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്, ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി, തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ മെത്തേഡ്സ് ആണ്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാട്ടർ അല്ല. എന്താണ് കാരണം എന്ന് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവായതുകൊണ്ടിട്ട്. ഓക്കെ, വാട്ടറിന്റെ ഡെൻസിറ്റി ഇതിനേക്കാളും കുറവാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഡെൻസിറ്റി, അതുകൊണ്ടിട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ടൈമിന്റെ മെഷർമെന്റ്, ലെങ്ത്തിന്റെ മെഷർമെന്റ്, മാസിന്റെ മെഷർമെന്റ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഡിറൈവ് യൂണിറ്റ്സ്, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഇനി അതിനകത്ത് നമ്മൾ പഠിച്ചപ്പോൾ മെഷർമെന്റ് ചെയ്യാൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ കോമൺലി എന്ത് എഴുതുമ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്സ് ആണ്, യൂണിറ്റ്സ് എഴുതുമ്പോൾ കുറെ അധികം മിസ്റ്റേക്സ് നമ്മൾ വരുത്തും. ആ മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക്, നമ്മൾ മീറ്റർ എഴുതുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മീറ്റർ ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്ത് ലെറ്റേഴ്സാ യൂസ് ചെയ്യുക, പൊതുവെ വി വിൽ യൂസ് എ സ്മോൾ ലെറ്റർ, റൈറ്റ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സ്മോൾ ലെറ്റേഴ്സ് ആണ്. മീറ്ററിന്റെ സ്മോൾ ലെറ്റർ ആണ്, കിലോഗ്രാം എഴുതുമ്പോഴും സ്മോൾ ലെറ്റർ ആണ്. ബട്ട് എന്താ ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ട്, എന്തെന്നാ, കിലോഗ്രാം എന്നുള്ളത് ക്യാപിറ്റൽ എഴുതി വെക്കും, മീറ്റർ എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ എമ്മിൽ എഴുതി വെക്കും, വിച്ച് ഇസ് റോങ്. അത് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ എഴുതാൻ പാടില്ല. ഇതേമാതിരി എഴുതിക്കണ കിലോഗ്രാം, ഇങ്ങനെ എഴുതിയിട്ടുള്ള സെക്കൻഡ്, ഇങ്ങനെ എഴുതിയിട്ടുള്ള മീറ്റർ, ഇതെല്ലാം എന്താണ്, തെറ്റാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം എങ്ങനെയാണ് എഴുതേണ്ടത്, മീറ്ററിന് സ്മോൾ ലെറ്റർ എം, സെക്കൻഡ്സിന് സ്മോൾ ലെറ്റർ എസ്, കിലോഗ്രാമിന് സ്മോൾ ലെറ്റർ kg എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നൗ നെക്സ്റ്റ് റൂൾ. നമ്മൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ച ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലും റീസൺസിൽ നൗൺസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റ്സ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. ഓക്കെ, സോ വോൾട്ട് എന്ന് പറയുന്നത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരിലാണ്. നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടന്റെ ഓർമ്മയ്ക്കാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഡിസ്കവറി ആയതുകൊണ്ടിട്ടാണ് ന്യൂട്ടൺ എന്ന് പേര് വന്നിട്ടുള്ളത്. സോ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും എന്ത് ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. പാസ്കൽ എന്ന് പറയുന്ന പ്രഷറിന്റെ യൂണിറ്റ്, അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആദ്യത്തെ ലെറ്റർ പി ക്യാപിറ്റൽ ആണ്, പിന്നത്തെ എ സ്മോൾ ലെറ്റർ ആണ്. സോ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കേസും ഉണ്ട്, അല്ലാതെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കേസും ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് ആർ നെയിംഡ് ആഫ്റ്റർ പേഴ്സൺസ്, ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ നെയിം ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് റൂൾ. കെൽവിൻ, ന്യൂട്ടൺ ഇതെല്ലാം എഴുതുമ്പോൾ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സിമ്പിൾസ് ആട്ടോ. ഇപ്പൊ ന്യൂട്ടൺ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എൻ, നമ്മൾ ഷോർട്ട് ഫോം യൂണിറ്റ് ആയിട്ട് എഴുതിയേ. അല്ലാതെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ കംപ്ലീറ്റ്ലി നമ്മൾ ന്യൂട്ടൺ എഴുതുമ്പോൾ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ കെൽവിൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ കെൽവിൻ എന്നുള്ളിടത്ത് യൂസ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ട, സ്മോൾ ലെറ്റർ കെ ആൻഡ് സ്മോൾ ലെറ്റർ എൻ, ഇത് രണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ഇനി കോമൺ മിസ്റ്റേക്ക്, നിങ്ങൾ എന്തെങ്കിലും മെഷർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എഴുതും 5 സെന്റിമീറ്റേഴ്സ്. കാര്യം 5 എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം, സോ 5 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതും, കിലോഗ്രാംസ് എന്ന് എഴുതും, അതായത് അവസാനം കൊണ്ട് എസ് ഇട്ട് വെക്കുന്ന പരിപാടി. അതും എന്താണ്, തെറ്റാണ്, ഇങ്ങനെയും ചെയ്യാൻ പാടില്ല. പകരം എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി 10 കിലോഗ്രാം 40 സെന്റിമീറ്റർ എന്നേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. നൗ നെക്സ്റ്റ് യൂണിറ്റ്,
എപ്പോഴും നമ്മൾ യൂണിറ്റ്സ് എഴുതുമ്പോൾ നമുക്ക് യൂണിറ്റ്സ് അറിയാം. യൂണിറ്റ്സ് എന്നുള്ള ഷോർട്ട് ഫോം ആണ്. സെന്റിമീറ്റർ എന്റെ ഷോർട്ട് ഫോം ആണ് CM എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത് അല്ലെ. സോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മിഡിൽ പോർഷൻ വെച്ചാൽ ഒരു സെന്റൻസ് തുടങ്ങുന്ന സമയത്താണെങ്കിലും സെന്റൻസിന്റെ നടുവിലാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ യൂണിറ്റ്സ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. അല്ല ഒരു സെന്റൻസ് അവസാനിക്കുകയാണ്, അങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്സ് ഇടാം. ഓക്കെ, സോ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. 20 സെന്റിമീറ്റർ ഇസ് ദ ലെങ്ത് ഓഫ് ദ ത്രെഡ് എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇല്ല, ഈ 20 ദ ലെങ്ത് ഓഫ് ദ ത്രെഡ് ഇസ് 20 സെന്റിമീറ്റർ, അപ്പൊ 20 സെന്റിമീറ്റർ അവസാനം വന്നേ, അപ്പൊ 20 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇപ്പോഴും ഞാൻ എഴുതിയത് തെറ്റാ കണ്ടോ, സെന്റിമീറ്റേഴ്സ്, എന്നോട് എസ് ഇട്ടു. സോ എന്താ എഴുതേണ്ടത്, 20 സെന്റിമീറ്റർ പുട്ട് ഫുൾ സ്റ്റോപ്പ്. അവസാനമാണെങ്കിൽ, തുടക്കത്തിലോ അല്ല സെന്റൻസിന്റെ നടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. നൗ ഇനി ചില ഡിറൈവ് യൂണിറ്റ്സ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് കുറെ അധികം സ്ലാഷ് വേണ്ടി, നമുക്കിപ്പോ മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എത്ര സ്ലാഷ് വരുന്നുണ്ട്, ഒരൊറ്റ സ്ലാഷേ വരുന്നുള്ളൂ അല്ലെ. പക്ഷെ ഒന്നിലധികം സ്ലാഷ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക, ഫോർ എക്സാമ്പിൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ. ഫോർ എക്സാമ്പിൾ ആക്സിലറേഷൻ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും ആക്സിലറേഷൻ എന്താന്ന്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, വെലോസിറ്റി ബൈ ടൈം. സോ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തുവാ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈമിന്റെ എന്താണ്, സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാമോ, പാടില്ല. പകരം എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. രണ്ട് സ്ലാഷ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. നൗ നെക്സ്റ്റ് വൺ, എപ്പോഴും എഴുതുമ്പോഴത്തേക്കും ഒരു രണ്ട് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് ഇപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്ന് നമ്മൾ എഴുതിയിട്ടില്ലേ, ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ സ്പേസ് ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് എഴുതാൻ പാടില്ല. പകരം എങ്ങനെ എഴുതണം, ന്യൂട്ടൺ എന്നിട്ടിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എം എഴുതുക, അല്ലെങ്കിൽ ന്യൂട്ടൺ ലീവ് എ സ്പേസ് ദെൻ റൈറ്റ് എം, അങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് എഴുതാൻ പാടില്ല. നൗ നെക്സ്റ്റ് വൺ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആ എഴുതിയിരിക്കണം, ശ്രദ്ധിച്ചോ. കിലോഗ്രാം എന്നുള്ളത് കിലോഗ്രാം, KILOGR, ഇതിന്റെ ഷോർട്ട് ഫോം ആണ് കിലോഗ്രാം. പക്ഷെ മീറ്റർ ക്യൂബിന്റെ ഷോർട്ട് ഫോം എന്താണ്, മീറ്റർ ക്യൂബ് ആണ്. സോ ഒന്നല്ലെങ്കിൽ എഴുതുമ്പോൾ യൂണിറ്റ് തന്നെ മേർജ് ചെയ്ത് എഴുതുക, ദാറ്റ് ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതുക. അല്ലാതെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നെയിമും യൂണിറ്റും ഒരിക്കലും മീൻസ് യൂണിറ്റിന്റെ നെയിമും സിമ്പിളും കൂടെ ഒരിക്കലും മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് റിട്ടൺ ഇൻ ദിസ് വേ, നോട്ട് ലൈക്ക് ദിസ്. അതും ശ്രദ്ധിക്കുക. Now, next point, ടെമ്പറേച്ചേഴ്സ് ആയാലും ഇപ്പൊ സെന്റിമീറ്റേഴ്സ് ആയാലും നമ്മളിപ്പോ 4 സെന്റിമീറ്റർ എന്ന് എഴുതുന്നു, 4 ഇട്ടിട്ട് തൊട്ടടുത്ത് തന്നെ സെന്റിമീറ്റർ എഴുതാൻ പാടില്ല. മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞിട്ട് ലീവ് എ സ്പേസ് ദെൻ റൈറ്റ് ദ നെക്സ്റ്റ് ക്വാണ്ടിറ്റി. See here, it is 273, a space is there, then they have written Kelvin. So അത് 273 Kelvin. അവിടെ എന്താണ്, അവിടെ നമ്മൾ സ്പേസ് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, ഇവിടെ നമ്മൾ എന്തെങ്കിലും മെഷർമെന്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് അറ്റ് 4 സെന്റിമീറ്റർ ആൻഡ് 2 millimeter ഇങ്ങനെ കിട്ടാം, അല്ലെങ്കിൽ 5 meter ആൻഡ് 2 centimeter ഇങ്ങനെയും നമുക്ക് കിട്ടാം, റൈറ്റ്. സോ ഇങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും എന്താണ്, ഒരിക്കലും രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സിനെ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് നെവർ യൂസ് മോർ ദാൻ 1 unit ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരൊറ്റ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സ് നമ്മൾ എടുക്കാൻ പാടില്ല. സോ ദിസ് ഷുഡ് ബി റിട്ടൺ ആസ് 10.25 centimeter, അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. സോറി, 10.25 meter അങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലാതെ 10 meter 25 centimeter എന്ന് പറഞ്ഞ രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഈസ് ക്ലിയർ. നമ്മൾ തുടങ്ങിയത് ഏതിന്നായിരുന്നു, ഒരു ലീഫിന്റെ ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു ഫോർമുലേഷൻ കണ്ടുപിടിച്ചു, എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾ വോളിയം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ. ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ വോളിയം, സോറി, ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ ബോഡി ഈസ് റെഫേർഡ് ടു ആസ് ഇറ്റ്സ് വോളിയം, അത് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഡെൻസിറ്റി, മാസ് ബൈ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് റെഫേർഡ് ടു ആസ് ഇറ്റ്സ് ഡെൻസിറ്റി. അതിന് നമ്മൾ കുറെ അധികം റൂൾസ് പിന്നെ പഠിച്ചു. നമ്മൾ പിന്നെ പഠിച്ച കാര്യങ്ങളാണ് റൂൾസ് ആയിട്ടുള്ളത് അല്ലെ. എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കി, ഡെൻസിറ്റിയുടെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ യൂണിറ്റ്സ് ചെയ്താലുള്ള കുറെ റൂൾസ് പറഞ്ഞത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, സിമ്പിൾസ് ഓഫ് യൂണിറ്റ്സ് ആർ നോർമലി റിട്ടൺ യൂസിങ് സ്മോൾ ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതാണ് നമ്മൾ പറഞ്ഞ മീറ്റർ സെന്റിമീറ്റർ ഒക്കെ സ്മോൾ ലെറ്റേഴ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി വൈൽ റൈറ്റിംഗ് ദ നെയിംസ് ഓഫ് യൂണിറ്റ്സ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. But for the units which are named after persons are written using capital letters. For example, നമ്മളിപ്പോ ന്യൂട്ടൺ എഴുതുന്നു, അപ്പൊ ന്യൂട്ടൺ ക്യാപിറ്റൽ എഴുതണ്ടേ. വോൾട്ട് എഴുതുന്നു, അപ്പൊ V എന്ത് ചെയ്യണ്ട,
ക്യാപിറ്റൽ ലെറ്റർ ആണ് വരേണ്ടത് അല്ലെ. നെവർ യൂസ് പ്ലൂറൽ ഫോം ഫോർ സിമ്പിൾസ്. സെന്റിമീറ്റേഴ്സ് ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി സെന്റിമീറ്റർ. എത്ര തന്നെ സെന്റിമീറ്റർ ആയിക്കോട്ടെ, അത് സെന്റിമീറ്റർ തന്നെയാണ്, സെന്റിമീറ്റേഴ്സ് അല്ല. ഇനി when a derived unit is expressed as a product of other unit, use a dot or a space between them. നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് ന്യൂട്ടൺ എഴുതിയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് മീറ്റർ, അല്ലാതെ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുന്നത് തെറ്റാണ്. ഇതാണ് കറക്റ്റ്. ഡു നോട്ട് മിക്സ് ദ നെയിം ഓഫ് യൂണിറ്റ് വിത്ത് ദ സിമ്പിൾ. അതും നമ്മൾ പറഞ്ഞു, കിലോഗ്രാം എന്ന് എഴുതിയിട്ട് പിന്നെ മീറ്റർ ക്യൂബ് എന്ന് എഴുതുന്നത്, ഇങ്ങനെയും നമ്മൾ എഴുതാൻ പാടില്ല. while writing units along with a value, there must be a single space between them. കുറച്ചു മുമ്പ് ലാസ്റ്റ് പറഞ്ഞത് 273 കെൽവിൻ ആണ് എന്നുണ്ടെങ്കിൽ 273, then leave a space, then write Kelvin. Okay, I hope this much is clear. Thank you. Manorama Horizon, learning made simple.